ഹലോ ഗൈസ്, ഇതാണ് നമ്മൾ RC കാർ. അതായത് എല്ലാവർക്കും അറിയാം, നമ്മൾ ചാനലൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. അതെന്താ വെച്ചാൽ ഇപ്പോഴും നമ്മൾ വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിലാണ്. അത് കാര്യപ്പെട്ട അപ്ഗ്രേഡും കാര്യമൊന്നും വരുത്തിയിട്ടില്ല. കുറച്ച് ആക്സറേഷൻ കാര്യമൊക്കെ വെച്ചിട്ടുണ്ട്, മോഡിഫിക്കേഷൻ ചെയ്തെന്നല്ലാണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡൊക്കെ ചെയ്യുമ്പോൾ വണ്ടി ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. വണ്ടി കയറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഓഫ് റോഡ് ചെയ്യുന്ന വണ്ടിക്ക് മെയിനായിട്ടുള്ള സാധനമാണ് ടയർ എന്നുള്ളത്. ടയർ നമുക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ കുറച്ച് ചെറിയ ടയറാണ് കൊടുത്തത്, ഗ്രിപ്പൊക്കെ കുറഞ്ഞ ടയറാണ്. അതുകൊണ്ട് ഞാൻ ടയർ 4 ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. 15 ദിവസമായിട്ട് സാധനം ഓർഡർ ചെയ്തിട്ട് ഡിലേ കുറച്ചായിട്ടുണ്ട്. അപ്പോൾ 15 ദിവസത്തിന് ശേഷമാണ് നമുക്ക് സാധനം കിട്ടിയത്. ടയർ ഒന്ന് മാറ്റി വെക്കാം, വണ്ടിയുടെ ലുക്കും പെർഫോമൻസും ഒക്കെ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഞാൻ നിങ്ങൾ ടയർ ഏതാ വന്നെന്നുള്ളത് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് നമ്മൾ ടയർ വന്ന ബോക്സ്. ഞാൻ ഓൾറെഡി ബോക്സ് പൊട്ടിച്ച് നോക്കിയതാണ്. ബോക്സ് കണ്ടപ്പോൾ ഞാൻ കരുതി ചെറിയ ടയറായിരിക്കും, നമ്മൾ വിചാരിച്ച അത്ര സൈസൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ബോക്സ് അൺബോക്സ് ചെയ്ത് പുറത്തെടുത്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത്യാവശ്യം സൈസുള്ള ടയറാണെന്ന്. കണ്ടില്ലേ, നമ്മുടെ സ്റ്റോക്ക് ടയറും ഈ ടയറുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. നമുക്കിതിങ്ങനെ ജസ്റ്റ് വെക്കുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളും അറിയാം. അപ്പം അത്യാവശ്യം സ്മൂത്താണ് ടയർ. വലിയ സ്മൂത്തില്ല, എന്നാലും നമ്മളെ വണ്ടിക്ക് ഒരു വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സ്മൂത്താണ്. ഇപ്പോഴുള്ള ടയർ വെച്ചാൽ ചെറിയ ടയറുമാണ്, കുറച്ച് ഹാർഡും. അതുകൊണ്ടൊക്കെ തന്നെ ക്രൗൾ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം സ്മൂത്ത് ടയറാണ്, കുറച്ചുകൂടി എന്താ പറയുക പ്രീമിയം ടയറാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് സൈസുള്ളതുകൊണ്ട് ഇതിൻ്റെ മഡ് ഗാർഡ് ചിലപ്പോൾ കട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ ചേസുമെന്ന് കുറച്ച് ബോഡി പൊക്കി വെക്കേണ്ടി വരും എന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. നമുക്കത് ആദ്യം ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം എന്താണ് ഇതിൻ്റെ സ്ഥിതി എന്നുള്ളത്. 4 വന്നിട്ടുണ്ട്, കുറഞ്ഞു പോയിട്ടുണ്ട്. 1, 2, 3, 4 ടയർ. അപ്പം നമുക്ക് സ്റ്റോക്കുള്ള ടയറൊന്ന് കഴിച്ചു വെക്കാം. സംഭവം ഇങ്ങനത്തെ ഓരോ പണികളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കേട്ടോ, ചെയ്ത് നോക്കിയാലേ അറിയും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫ്രണ്ടിലേക്ക് അത് വെച്ച് നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത്. നമ്മൾ വിചാരിച്ച പോലെ തന്നെയാണെന്ന് തോന്നുന്നു സംഭവം. നമ്മളൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം ഒന്ന് റൺ ചെയ്ത് നോക്കാം, അപ്പോൾ അറിയാമല്ലോ. വണ്ടിയുടെ ലുക്ക് ഞാൻ പറയുന്നത് രക്ഷയുണ്ടാവില്ല കേട്ടോ, ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ ടയർ. അപ്പോൾ ഏകദേശം ടയർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ഔട്ട് കാണുമ്പോൾ തന്നെ അറിയാം ഇതിനെന്തൊക്കെ പ്രശ്നങ്ങൾ ഇനി വരാൻ പോകുന്നുള്ളത്. അപ്പോൾ ഓരോ പരിപാടിയിൽ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ ഓരോന്ന് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഒറ്റതിൽ നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് റെഡി ആയിക്കണമെന്നില്ല. അപ്പോൾ വണ്ടി ടയറൊക്കെ മാറ്റി വണ്ടി അടിപൊളി ലുക്കായി, കണ്ടില്ലേ, ഒരു രക്ഷയില്ല. വണ്ടി ആകെ അതിൻ്റെ ലുക്ക് മാറിപ്പോയി, വേറെ ഏതാ വണ്ടി പോലെ ആയിപ്പോയി. ചെറിയ പ്രശ്നങ്ങളുണ്ടാവും, കാരണം തിരിക്കുമ്പോൾ മഡ്ഗാർഡ് മുതൽ ടയർ വരെയും. ഞാനൊന്ന് റിമോട്ട് എടുത്തിട്ട് വണ്ടി ഒന്ന് ഓണാക്കി നോക്കട്ടെ എന്താ സ്ഥിതി എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ച പ്രശ്നം തന്നെ, ഫ്രണ്ട് വീല് നമ്മൾ സ്റ്റീരിങ് തിരിക്കുമ്പോൾ മഡ്ഗാർഡിലും പോയിട്ട് വരയുന്നുണ്ട്. അപ്പോൾ അത് നടക്കില്ല. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ചേസുമെന്ന് ഇതിൻ്റെ ബോഡി ഒന്ന് ലിഫ്റ്റ് ചെയ്യണം. അതിനുള്ള ചെറിയൊരു നെറ്റ് പോലത്തെ ഒരു സാധനം ഉണ്ട്, അത് നമ്മൾ ഓർഡർ ചെയ്തിട്ട് വരുത്താം. അപ്പോഴേ അത് ശരിയാവുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ റണ്ണിങ് കണ്ടീഷൻ അല്ല, നേരെ പോകുമ്പോൾ പ്രശ്നമില്ല. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വണ്ടി മഡ്ഗാർഡ് പോയി. ബാക്കിൽ പ്രശ്നമില്ല, ബാക്കിൽ എന്ന് വെച്ചാൽ ഫ്ലെക്സ് കുറയും, അപ്പോൾ അതും പ്രശ്നമാണ്. അപ്പോൾ ബാക്കിലും ഇതിൽ ലിഫ്റ്റ് ചെയ്യുമ്പോൾ വണ്ടി കുറച്ചുകൂടി പൊങ്ങുമ്പോൾ റെഡി ആവുമെന്ന് വിചാരിക്കുന്നത് ഇല്ല. നമ്മൾ പല വീഡിയോകൾ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യുന്നതാണ്, നമ്മൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ RC ഭ്രാന്തന്മാരൊക്കെയുള്ള ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കൊരു യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.